ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കൃഷി വിശേഷങ്ങളാണ്. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ചീരത്തൈകളൂടെ ഞാൻ നടാമെന്ന് വിചാരിച്ചു. ഇത് വീടിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അങ്ങനെ അവിടെ കുറച്ച് മണ്ണും വളമൊക്കെ ചേർത്ത് വൃത്തിയാക്കി മണ്ണ് നല്ല രീതിയിലൊന്ന് ഇളക്കി വരി വരിയായിട്ട് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ പുതിയ ചീരത്തൈകളൊക്കെ നടുന്നത്. നല്ല വെയിലും നല്ല ചൂടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരമൊക്കെ ഇതിന് ഇറങ്ങാനുള്ള പറ്റും. ഒരു 6 മണി കഴിയണം, എന്നാലേ ഇവിടെ വെയിലൊക്കെ ഒന്ന് താണ് ഈ ഒരു കൃഷിയിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റൂ. അപ്പോൾ അതാ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മണ്ണെല്ലാം ഒരുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വരി വരിയായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വളത്തിൻ്റെ മിക്സ് ചേർക്കുകയാണ്. ഇത് ചാക്കിൽ വാങ്ങിയതാണ്, ജൈവവളമാണ് കേട്ടോ. അപ്പോൾ ഈ മിക്സ് ചേർത്ത് നല്ല രീതിയിലൊന്ന് നനച്ച് കൊടുക്കണം. മണ്ണ് നല്ല പൊടിഞ്ഞ് വെയിൽ കൊണ്ട് നല്ല ഉണങ്ങി കിടക്കുന്ന മണ്ണാണ്. അപ്പോൾ അതിന് ഒന്ന് നനച്ച് കൊടുക്കണം. എന്നിട്ടേ നമുക്ക് ചീരത്തൈയൊക്കെ നടാൻ പറ്റൂ. അല്ലാതെ ഒന്നും നട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ നല്ല രീതിയിലൊന്ന് നമ്മുടെ മണ്ണ് നനച്ചെടുക്കുകയാണ്. വളവും ചേർത്തിട്ട് നനച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ ചീരത്തൈയും എല്ലാ തൈകളും നടുന്നത്. ചീരത്തൈ മാത്രമേ ഞാൻ മണ്ണിൽ നടാറുള്ളൂ. ബാക്കി ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെയാണ് നടാറ്. ഇവിടെ മണ്ണിൽ നല്ല കല്ല് കൂടിയ മണ്ണാണ്, അതുകൊണ്ട് പൊടിഞ്ഞ് കിട്ടുന്നില്ല മര്യാദയ്ക്ക് മണ്ണ്. അപ്പോൾ ചീരത്തൈ പിന്നെയും വളർന്ന് കിട്ടും. പക്ഷെ ബാക്കിയുള്ള നമ്മുടെ വെണ്ട, തക്കാളി അതൊക്കെ മണ്ണിൽ ഡയറക്റ്റ് പാകി മുളപ്പിച്ച് ഉണ്ടാക്കാൻ നിന്നാൽ ശരിയാവില്ല. അത് പെട്ടെന്ന് വാടി കിട്ടും. പിന്നെ അതുമല്ല നല്ല രീതിയിൽ വളർച്ചയും കിട്ടുന്നില്ല. അപ്പോൾ അതാ ഞാൻ ചീരത്തൈകളൊക്കെ ഇതാ ഓരോന്നായിട്ട് പറിച്ച് നടുകയാണ്. നല്ല പരിപാടിയാണ്, നല്ല പരിപാടി, നല്ല നല്ല 8ൻ്റെ പണി കിട്ടുന്ന പരിപാടിയാണ്. നല്ല ബുദ്ധിമുട്ടാണ് ഓരോ തൈകളും ഇങ്ങനെ വരി വരിയായിട്ടെടുത്ത് നട്ട് എടുക്കാൻ. കാരണം നടുവും പുറം കാല് എല്ലാം പണിയാവും. ഒരേ ഇരിപ്പിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചെറിയ ചെറിയ തൈകൾ എടുത്തിട്ട് വരിയായിട്ട് നടുക എന്ന് പറയുന്നത് നല്ല റിസ്ക് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഈ പരിപാടി തീർത്താൽ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ ഇത് തീർത്ത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ വെയിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് 9:30-10 മണിയാകുമ്പോഴത്തേക്ക് നല്ല വെയിൽ വരും. അപ്പോഴേക്ക് നമുക്കത് മൂടിയിട്ടിട്ട് ചാക്ക് കൊണ്ടോ പിന്നെ നമ്മുടെ സാധാരണ കവറുകൾ കൊണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഇല കൊണ്ടൊക്കെ മൂടിയിടാം. ഞാനിവിടെ ചാക്കാണ് അധികം ഉപയോഗിക്കാറ്. നമ്മുടെ സിമെൻറ്റിൻ്റെ ഒക്കെ ചാക്കില്ലേ, അത് വെട്ടിയിട്ടൊക്കെ അതിങ്ങനെ മൂടി വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചീരത്തൈകളൊക്കെ കരിഞ്ഞ് ഉണങ്ങി പോകും. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തതിന് ഒരു കാര്യം ഉണ്ടാവില്ല. അത്രയും വെയിലാണ് ഇവിടെ. അപ്പോൾ ഒരു 2-3 ദിവസം നമ്മളിങ്ങനെ രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് മൂടിയിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 4 മണിയാകുമ്പം വെള്ളം ഒഴിക്കാനുള്ള സമയമാകുമ്പം ഒരു 4:30-5 മണിയാകുമ്പോൾ തുറന്നിട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് ആ ഒരു രാത്രി സമയത്ത് തുറന്നിടുക. അങ്ങനെ 2 ദിവസമെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ചീരത്തൈകളൊക്കെ പെട്ടെന്ന് വാടി നശിച്ചു പോകും. അപ്പോൾ അതാ കുറച്ച് സ്പേസ് കൂടി കണ്ട് ചീരത്തൈകൾ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെയും കൂടെ ഞാൻ കുറച്ച് നട്ട് കൊടുക്കുകയാണ്. ഏതായാലും വരി വരിയായിട്ട് അവിടെയും കൂടെ നട്ട് പിടിപ്പിക്കുന്നു. അപ്പം ഇതാ എൻ്റെ ചീരത്തൈകളൊക്കെ ഞാൻ നട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതിനെ വെള്ളമൊഴിച്ച് സെറ്റാക്കി എടുക്കണം. രാവിലെ മൂടിയിടുകയുള്ളൂ. രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂടിയിട്ട് പിന്നെയും പകൽ മൂടിയിട്ടിട്ട് രാത്രി തുറന്നു വിടുക. അങ്ങനെ ചെയ്യുകയാണ് ചെയ്യൽ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നട്ട ചീരയാണ്. അപ്പോൾ അതൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 3-4 തൈ മാത്രമേ നശിച്ചു പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല രീതിയിൽ വളർന്ന് മണ്ണിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതാ വെണ്ടത്തൈകളൊക്കെ കായ് ഫലമൊക്കെ ആയി സെറ്റായിട്ടുണ്ട്. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും ഒരു ജൈവവളം ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കൃഷി വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ.
അപ്പം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.